ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പേപ്പർ ബാഗുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പേപ്പർ ബാഗ്. പ്ലാസ്റ്റിക് നിരോധിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ ഏതൊരു ഷോപ്പിൽ പോയാലും ഈ ഒരു പേപ്പർ ബാഗിലാണ് സാധനങ്ങൾ കിട്ടാറ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഇതിനു മുന്നേ ഈ ഒരു പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ട് ഞാൻ 2-3 ഐറ്റംസ് ഉണ്ടാക്കിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എന്തായാലും വെറുതെ എടുത്തെറിയുന്ന പേപ്പർ ബാഗാണ്. അപ്പോൾ അതിൽ ഒരു അടിപൊളി ഐറ്റം തന്നെ നമുക്കിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ ബാഗ് കളയാൻ വേണ്ടിയിട്ട് ചുരുട്ടിയെടുത്തിട്ടിരുന്നതായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സാധനം കണ്ടപ്പോൾ ഈ ഒരു ഐഡിയ തോന്നിയത്. എന്നിട്ട് ഇതിനെ എടുത്തിട്ടില്ല, മാക്സിമം നിവർത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇത് റോൾ ചെയ്തെടുക്കേണ്ടതാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അധികം നിവർത്താനൊന്നും നിന്നില്ല. ഒരു ഈർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നേരെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പറിനെ ജസ്റ്റ് ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 എണ്ണം ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 എണ്ണവും റോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് അതിനൊന്ന് സെക്യൂർഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ ഇതിങ്ങനത്തെ പേപ്പർ ആയതുകൊണ്ട് മുകൾ ഭാഗം ചെറിയൊരു വൃത്തികേടായിട്ട് നമുക്ക് കിട്ടും. അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയേ. കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 എണ്ണം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് നിവർത്തി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നിവർത്തി 4 എണ്ണം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്തേ സാധനമായാലും മതി, ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഗ്ലൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വടി ഉണ്ടാവില്ലേ, അതായാലും മതി. എന്ത് സാധനമായാലും ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും അല്ലെങ്കിൽ സ്മൈലിൻ്റെ ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് അത്രയും സെറ്റായിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായി കാണും, പേപ്പറല്ല, ഇതൊരു ചാക്കാണ്. ഇതിനു മുന്നേയും ഇതുപോലത്തെ വൈറ്റ് കളർ ചാക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ചാക്കിനെ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം കത്രിക ഉപയോഗിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് 2 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒന്ന് നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് നിവർത്തി എടുക്കുന്നുണ്ട്. ഞാൻ 2 ഭാഗവും ഒട്ടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇത്തിരി ടൈറ്റായിപ്പോയി. നന്നായിട്ടൊന്ന് ടൈറ്റ് ആയതുകൊണ്ട് ആ ഒരു താഴ്ഭാഗം എനിക്ക് നന്നായിട്ട് ഒട്ടിക്കിട്ടിയില്ല. സാരമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു വശം ഒന്ന് നന്നായിട്ട് ഒട്ടിക്കിട്ടിയാൽ മാത്രം മതിയേ. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിവ്യൂസും വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കത് എന്തായാലും 100% യൂസ്ഫുൾ ആയിരിക്കും. കാര്യം നമ്മൾ വെറുതെ എടുത്തെറിയുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അത് വെച്ചിട്ട് പുതിയൊരു ഐറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു വെറൈറ്റി ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആ വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് റെഡ് ഹാർട്ട് എങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ ചാക്കിലുള്ള പൂവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡേ ഒട്ടിക്കിട്ടിട്ടുള്ളൂ, പക്ഷെ അതൊരു ഭംഗിയുണ്ട്. എന്നിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ എടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രീൻ കളർ എടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണെന്ന്. കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നേരെ മുറിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ അതിനെ മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തതിന് ശേഷം ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഇത് ഞാൻ ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ പേപ്പറൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇലകൾ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത് ജസ്റ്റ് ഒരു ട്രയാങ്കിളാണ്, എന്നാലും ട്രയാങ്കിൾ അല്ല, ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചാക്കിലുള്ള പൂവിനെ ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, ഫെവിക്കോളായിട്ട് ഇത്തിരി ടൈം എടുക്കും, എന്നാലും അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ജസ്റ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ റോളിനെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒന്നുകൂടെ ഒന്ന് സെക്യൂർഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ട എല്ലാ പേപ്പർ റോളും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഒന്ന് സെക്യൂർഡാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തും കളയുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഇതുവരെയും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അതിലെ ഓരോ ലീഫിനെയും ഈ ഒരു പേപ്പർ റോളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ചാക്ക് നന്നായിട്ട്, ആ ഒരു പൂവ് നന്നായിട്ട് ഒട്ടിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേ ഓരോ ഇലകളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇലകൾ ഇത്തിരി ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അതായിരിക്കും ഫൈനൽ ലുക്കിൽ ഭംഗി കൂടുതലും. അപ്പോൾ ഇതുപോലെ ഇത്തിരി ഡിസ്റ്റൻസ് വിട്ടിട്ട് ഒട്ടിച്ചെടുക്കാൻ കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഞാനൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കുഞ്ഞ് റോസാപ്പൂ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് ഈ ഒരു റൗണ്ട് വരപ്പും ഒരു കട്ട് ചെയ്യലും. കട്ട് ചെയ്ത് സെറ്റായി വരുമ്പോൾ അടിപൊളി ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്ന ഷോർട്സൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്നും പോയി കണ്ടു നോക്കണം. ഇതുമാത്രമല്ല, ഒരുപാട് ക്യൂട്ട് ഐറ്റംസും പിന്നെ ഒരുപാട് മുട്ടത്തോടിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസും അങ്ങനെ ഒരുപാട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ പെൻസിൽ വരച്ചിട്ടുള്ള വരയുടെ മുകളിലായിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ഈർക്കിലും എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അത് ഫൈനൽ ആ ഒരു ലാസ്റ്റ് എത്തുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക.
അങ്ങനെ ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു അടിപൊളി റോസാപ്പൂവാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ബാക്ക് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ തേച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ റോസാപ്പൂ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടില്ലേ ആ ഒരു പൂവിൻ്റെ ആ ഒരു താഴ്ഭാഗത്തായിട്ട് ഈ ഒരു റോസാപ്പൂവിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് 2 ഇലകളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇല കട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഷേപ്പിലല്ല കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെയൊക്കെ റോസയുടെ ഇല ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിക്കുന്നത്. അങ്ങനെ അതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൂപ്പർ അല്ലേ, അടിപൊളി വർക്കല്ലേ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കാണ് ഇത്. ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു റോസാപ്പൂ ഇത്തിരി വലുതായതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ഇത്തിരി ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ ഹാങ് ചെയ്യാനുള്ള ഒരു ഇതുകൂടെ ഞാൻ ആ ഒരു നൂലുകൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു പേപ്പർ ബാഗിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന ആ ഒരു പിടിക്കുന്നില്ല, ആ ഒരു പിടിയാണ്. അപ്പോൾ അതിനെ ഒന്ന് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. ഹാങ് ചെയ്തിടുമ്പോൾ എന്ത് ഭംഗിയാണ്, നമുക്ക് വെറുതെ കളയുന്ന ഒരു പേപ്പർ ബാഗാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാൻ മറക്കൂലല്ലോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.